ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പം രാവിലെ നേരത്തെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് 2 പൈനാപ്പിൾ എടുത്തു, പിന്നെ കുറച്ച് മുന്തിരി, പിന്നെ അമ്മ നാളികേരവും കടുക്, ഇഞ്ചി, ജീരകമൊക്കെ അരച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടനും സഹായിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എണീറ്റ് വന്നിരുന്നു കേട്ടോ. മുന്തിരിയൊക്കെ കഴുകിയിട്ട് വേറൊരു പ്ലേറ്റിലിടുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഓരോ മുന്തിരിയൊക്കെ പിടിച്ചിട്ട് അമർത്തി കൊടുക്കണുണ്ട് കേട്ടോ. അവന് പറ്റണ പോലെ അവനൊക്കെ ചെയ്യുന്നുണ്ട്. പൈനാപ്പിൾ നന്നായി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ചെമ്പെടുത്തിട്ട് അതിൽ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ആദ്യത്തെ പ്രോസസ്സ് കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഉപ്പ് കല്ലുപ്പാണ് വിതറി കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണമേ. നന്നായി ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ പൈനാപ്പിളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം. അതിന് ശേഷം മുന്തിരി നമ്മൾ കഴുകി വെച്ചത് അത് കൊടുക്കണം. അതിനുശേഷം അരപ്പ്, നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ്, നന്നായി വെന്ത പച്ചടി പൈനാപ്പിളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ പച്ചടിയുടെ ഒരുവിധമുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കലാണ് കേട്ടോ. ശരിക്കും ക്യാമറയിൽ കാണുമ്പോൾ ഈ ഒരു നിറമാണ്, നേരിൽ കാണുമ്പോൾ നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ. മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി തൈരും ചേർക്കാം. ഒരുവിധം ഒന്ന് സെറ്റായി തേങ്ങ അരപ്പ് ചേർത്തിട്ട് ഒരുവിധം സെറ്റായി വരുമ്പോൾ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് വറ്റൽമുളക്, ബ്രൗൺ കളറായിട്ട്, അതുപോലെ കടുക് ഇട്ടിട്ട് വറുത്ത് കോരിയിട്ട് നമ്മൾ പച്ചടിയിലേക്ക്, പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും വീട്ടിൽ ഇതുപോലെ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. താങ്ക് യു.